ഹലോ, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂവാണ്ടമാങ്ങയാണ്. അപ്പോൾ ഞാനിത് വെച്ചൊരു കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കടുമാങ്ങ അച്ചാറിന് അതിന് പറ്റിയ മാങ്ങയുണ്ട്. നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് എടുത്ത മാങ്ങയുണ്ടല്ലോ, അതാണ് കടുമാങ്ങ അച്ചാറിന് പറ്റിയ മാങ്ങ. അതാണ് കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കാറ്. പക്ഷേ എനിക്കത് അറിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അവിടെ അത് ആദ്യമായിട്ടാണ് ആ മാങ്ങ ഉണ്ടാവണത്. അപ്പോൾ അത് അങ്ങനത്തെ മാങ്ങയാണെന്ന് അറിയണ്ടായിരുന്നില്ല. ഇപ്പം എന്തായാലും നമുക്ക് കുറച്ച് മൂവാണ്ട മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഒരു കുപ്പിയിലേക്ക്, ഗ്ലാസ് ജാറിലേക്ക് കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക, പിന്നെ വീണ്ടും കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുക, വീണ്ടും കല്ലുപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ കല്ലുപ്പും മാങ്ങയും മാത്രം ഇട്ട് നമ്മളിതൊരു 15 ദിവസം അടച്ചു വയ്ക്കുക. ഇത് എന്നിട്ട് കാലത്തും വൈകിട്ടും നമ്മളൊന്ന് എടുത്ത് നല്ലോണം കുലുക്കി മറിച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കുലുക്കി കൊടുക്കുകയാണ്. കാലത്തും വൈകിട്ടും നമ്മൾ കുലുക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം ഉപ്പൊക്കെ പിടിച്ച് ചുങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. നമ്മുടെ മാങ്ങ നല്ലോണം ചുരുങ്ങി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിൽ കുറേ മാങ്ങയൊക്കെ പിള്ളേർ എടുത്ത് തിന്നിട്ടുണ്ട്. ഇപ്പോൾ കുറവുള്ളൂ. ഞാനിതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കും. പിള്ളേർക്ക് ഈ ഉപ്പിട്ട മാങ്ങയാണ് കൂടുതൽ ഇവിടെ ഇഷ്ടം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വയ്ക്കും. ബാക്കിയുള്ളതാണ് അച്ചാറിടാനായിട്ട് പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളകൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. മുളക് പൊടി ചൂടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു 2.5 ടീസ്പൂൺ നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായി ഒന്ന് ചൂടാവുക വേണ്ട, വല്ലാണ്ട് ചൂടാവേണ്ട ആവശ്യമില്ല. സാധാരണ കടുമാങ്ങയ്ക്ക് പച്ച മുളക് പൊടിയാണ് ചേർക്കാറ്. ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അച്ചാറിടാനായിട്ട് ഒരു 400 ഗ്രാം ഉപ്പിലിട്ട മാങ്ങയാണ് എടുക്കുന്നത്. അതിനുള്ള അളവാണ് ഞാൻ പറയണത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് കടുമാങ്ങയ്ക്ക് മെയിനായിട്ട് വേണ്ടത് കടുക് പൊടിയാണ്. കടുക് പൊടിച്ചത് അത് നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് പച്ചയ്ക്ക് ചേർത്താൽ മതി. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. മുളക് പൊടി ചൂടാക്കിയത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പിലിട്ട മാങ്ങയുടെ വെള്ളം ഉണ്ടല്ലോ, സ്ട്രെയിൻ ചെയ്ത് വെച്ച വെള്ളം, ആ വെള്ളം കുറേശ്ശെ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന്, കടുമാങ്ങയിലേക്ക് ആവശ്യത്തിന് ചാറാക്കിയെടുക്കുക. ഈ സമയത്ത് ഈ ചാറിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് അതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഉപ്പുമാങ്ങയുടെ വെള്ളമായതുകൊണ്ട് അതിൽ ഉപ്പുണ്ട്. കുറവാണെങ്കിൽ ഈ ചാറിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുമാങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കടുമാങ്ങയുടെ ചാറൊക്കെ കൂട്ടി ചോറുണ്ണാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക്
ഞാനിവിടെ കുറച്ച് കടുക് എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതാണ് കടുമാങ്ങയുടെ മെയിൻ സാധനം. അത് ഇതിലേക്ക് കുറച്ച് ഒരു 2 ടീസ്പൂൺ കടുക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കടുകൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ കടുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ് ബോട്ടിലിൽ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഭരണിയിലാക്കിയിട്ടോ അടച്ച് ഒരു കുറച്ച് ദിവസം കൂടി സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. സാധാരണ കടുമാങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോഴാണ് എടുക്കുക. നമുക്കിത് ഒരു 10-20 ദിവസം കഴിയുമ്പോൾ നമുക്കിത് എടുത്തു തുടങ്ങാം. ഇത് നമുക്കൊരു ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഭരണിയിലോ ആക്കി സൂക്ഷിച്ച് വയ്ക്കാം. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ജാറിലാണ് ആക്കണത്. ഗ്ലാസ് ജാറ് വെള്ളമൊന്നുമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ജാറിലേക്ക് ആക്കി സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് കടുമാങ്ങ അച്ചാർ ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഗ്ലാസിൻ്റെ 2 ബോട്ടിലുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം നനവൊന്നും പാടില്ല. നല്ല വെയിലത്ത് വെച്ച് ഡ്രൈ ആക്കി എടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് വൃത്തിയാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് ഈ കടുമാങ്ങ അച്ചാർ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കടുമാങ്ങ അച്ചാർ ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയത് ഒഴിച്ചു കൊടുക്കാം. ചൂടൊക്കെ ആറിയതാണ് കേട്ടോ. നല്ലെണ്ണ ചൂടാക്കിയത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഒരു 4 ടീസ്പൂൺ നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. നല്ലെണ്ണ ഒഴിക്കണത് നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്.